കുറച്ച് വഴിയല്ലോ ഈ കുറച്ച് വഴി സജീവിന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ബഹുമാനരായ സണ്ണി ജോസഫ് എം.എൽ.എ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഏറെ ബഹുമാന്യമാരാധ്യമായ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷിക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഫോട്ടോ അനാച്ഛാദനം സജി ജോസഫ് എല്ലാരും മറ്റേ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല. ആര് പറഞ്ഞു മരിച്ചെന്ന്? ഞങ്ങളെല്ലാം കുഞ്ഞുഞ്ഞേ, ഞങ്ങളെ നെഞ്ചിലെ താരകമേ, ഉമ്മൻചാണ്ടി നേതാവേ, ഉമ്മൻചാണ്ടി നേതാവേ. ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇവിടെ അനുസ്മരണ പരിപാടി ആരംഭിക്കുകയാണ്. ബഹുമാനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ ആണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി റഷീദ് ഗവൈ. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ബഹുമാനായ എം.എൽ.എ ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനായ എം.എൽ.എ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാരെ, സ്നേഹസമ്പന്നരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റൊക്കെയായി ഇന്ത്യയിലെ ജനഗോളികളുടെ മനസ്സിനകത്ത് ഒരു മഹർഷിയെ പോലെ ജീവിക്കുകയും മരണാനന്തരം ഒരു പുണ്യവാളനെ പോലെ വാഴ്ത്തപ്പെടുകയും ചെയ്യപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് ഇന്ന് നാം ആചരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഓരോരാളും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അല്ലെങ്കിൽ മനസ്സിനകത്ത് ഏറ്റവും സൂക്ഷിക്കുന്ന ഒരു നേതാവ്. കാരണം ഇവിടെയുള്ള ആർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉമ്മൻചാണ്ടിയുടെ കരങ്ങളിൽ നിന്നും ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുള്ള മഹാനായ ആ ഉമ്മൻചാണ്ടിയുടെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിനകത്ത് ഒരു നൊമ്പരമായി ഇപ്പോഴും നിൽക്കുകയാണ്. അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞപ്പോഴാണ് എത്രമാത്രം അദ്ദേഹം ജനമനസ്സിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മരണാനന്തരവും അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ഇന്നും നടക്കുകയാണ്. നമുക്കറിയാം, ആരുടെയും ആഹ്വാനമില്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ ഇന്ന് പ്രഭാത വേദി നടത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ജനമനസ്സിനകത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ ദിവസം എല്ലാ ബൂത്തുകളിലും, എല്ലാ മണ്ഡലങ്ങളിലും, ബ്ലോക്കുകളിലും വളരെ സജീവമായ പരിപാടികളും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഏതായാലും ആ മഹാനുഭാവന്റെ പാവനമായ സ്മരണയ്ക്ക് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വ്യക്തിപരമായും
ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ MLA മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ അനുസ്മരണ പരിപാടി നിയന്ത്രിക്കുന്നത് നമുക്കറിയാം, സന്ദർഭോചിതമായി നമ്മുടെ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ DCC ഓഫീസിനകത്ത് അനാച്ഛാദനം ചെയ്യാനെടുത്ത തീരുമാനം വളരെയേറെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനായ ഈ യോഗം നിയന്ത്രിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തിട്ടുള്ള മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ഇരിക്കൂറിന്റെ പ്രിയങ്കരനായ MLA കൂടിയായിട്ടുള്ള ബഹുമാനായ ശ്രീ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അതോടൊപ്പം KPCCയുടെ ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അതോടൊപ്പം KD മുസ്തഫ സാഹിബ്, അതുപോലെ തന്നെ VV പുരുഷോത്തമൻ, ശ്രീ MP ശ്രീധരൻ, അതോടൊപ്പം ശ്രീ രജിൻ മാക്കുട്ടി, ശ്രീ മുഹമ്മദ് ഉടാക്കൂർ, ബഹുമാനായ ശ്രീ KC മുഹമ്മദ് ഫൈസൽ, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ, KPCC മെമ്പർമാരായ ശ്രീ അമൃത രാമകൃഷ്ണൻ, ശ്രീ അബ്ദുൾ റഷീദ്, അതോടൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ കായക്കൽ, ശ്രീ വിജിൽ മോഹൻ, ശ്രീ ഷമ്മ അടക്കമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവരുടെ ക്ഷണിക്കുകയും സംസാരിക്കുന്നവരുടെ ഇന്നലേക്ക് കോഴിക്കോട് പോകുന്നത് സംസാരിക്കുന്നവരുടെ സജീവ് ജോസഫ്. ഏറ്റവും ബഹുമാനായ ഈ അനുസ്മരണ ചടങ്ങിന്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ ഈ സമ്മേളനം എല്ലാവരും കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗവുമായ ഏറ്റവും ബഹുമാനായ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ കോൺഗ്രസ് നേതാക്കൾ, പോഷക സംഘടനകളിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്നേഹിതരെ, ഇന്ന് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ സ്മരണം ഏറ്റവും സമുചിതമായി കേരളമെമ്പാടും ലോകം മുഴുവൻ മലയാളികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരായി, പക്ഷെ ഇതുപോലെ വൈകാരികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, സുപ്രധാനമായ ഒരു ദിവസം നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ജൂലൈ 18 ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടു കഴിഞ്ഞപ്പോൾ നാം ഓരോരുത്തരും അനുഭവിച്ച ഏറ്റവും പ്രയാസകരമായ ആ ദിവസത്തെ ഞാൻ ഓർക്കുകയില്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു പിതാവ് മരണപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ മരണപ്പെട്ട ആ ദുഃഖഭാരത്തോടെയാണ് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും മാത്രമല്ല ഈ നാടാകെ ആ ദിവസത്തെ ആ വാർത്ത ശ്രമിച്ചു. ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും നമുക്ക് ഏവർക്കും ഒരു മാതൃകയെ സൃഷ്ടിച്ച സമാനതകളില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നുള്ളതാണ്
യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നില്ല. തന്റെ KSU കാലം മുതൽ പിന്നിട്ട വഴികളിലൂടെ ദീർഘകാലം ജനപ്രതിനിധിയായി കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കാലം ഒരേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ വരെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കാർക്കും നടക്കാൻ കഴിയുന്നത്. ഏറ്റവും അധികം അദ്ദേഹത്തെ ഓർക്കുന്നതും സ്മരിക്കുന്നതും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലെ ജനവിഭാഗം, ദുർബല ജനവിഭാഗം, പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവരോട് ഏറ്റവും അനുകമ്പ കാണിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചു ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊരു ഉത്തരവുണ്ടാകില്ല, മറ്റൊരു പേരുണ്ടാകില്ല എന്ന് നമുക്ക്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാവ്, ഒരു ഭരണാധികാരി എങ്ങനെ ജനകീയനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ്, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉദാത്തമായ മാതൃകകളാണ് ഉമ്മൻചാണ്ടി സാർ നമുക്ക് സമ്മാനിച്ചത്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സാർ മാറിയത്. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലോ ഭരണാധികാരി എന്ന നിലയിലോ നമ്മുടെ അകലത്തിലായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അദ്ദേഹം പ്രാപ്യനായിരുന്നു. ഓരോ വീടുകളിലും അദ്ദേഹം നമ്മുടെ ഒരു കുടുംബാംഗമായിരുന്നു. നമുക്ക് ഏവർക്കും നമ്മുടെ ഒരു സുഹൃത്തും ഒരു സഹപ്രവർത്തകനുമായിരുന്നു. അങ്ങനെ ഇതുപോലെ ജീവിതം കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും നാടിനും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടം സമ്മാനിച്ച ഏറ്റവും പ്രഗത്ഭനായ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷിക ദിനം ഏറ്റവും വിപുലമായ പരിപാടികളിലൂടെയാണ് കേരളം മുഴുവൻ KPCC ആചരിച്ചത്. ഇന്നിവിടെ ഈ പരിപാടിയിൽ ആളുകൾ കുറവാണ് എന്നുള്ളത് ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. മറ്റൊന്ന്, അതിനേക്കാൾ എല്ലാ ബൂത്തുകളിലും എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ പ്രവർത്തകർ ഈ ദിനം വിപുലമായി ആചരിക്കുകയാണ്. എല്ലാവരും സ്വയം പരിപാടികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. സാറിന്റെ സ്മരണ ഈ പ്രസംഗത്തെക്കാളും അനുസ്മരണ ചടങ്ങുകളെക്കാൾ ഏറ്റവും അർത്ഥഗംഭീരമാകുക നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ്. ഉമ്മൻചാണ്ടി സാർ ഏറ്റവും ഇഷ്ടപ്പെട്ട പാവങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികളാണ്, നടപടികളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സ്മരണ കണ്ടുനിൽക്കുന്ന അനുസ്മരണ ചടങ്ങുകൾക്ക് പകരം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന, പാവങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഏത് കാര്യവും നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. കോൺഗ്രസ് പ്രസ്ഥാനം അതിന് കൂടുതൽ നമുക്ക് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. എല്ലാ തലങ്ങളിലും ഒരു ദിവസം മാത്രമല്ല, നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തന പരമ്പര തന്നെ നമുക്ക് അതിനു വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. നമുക്ക് കുറവ് വന്ന പോരായ്മകളും തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ സ്മരണം പുതുക്കുന്ന ഈ അവസരം നമുക്കതിനായി രൂപപ്പെടുത്താമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏവരുടെയും കളിക്കാരനായ ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഓഫീസിൽ ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെടുന്ന ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഛായാചിത്രം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ അനാച്ഛാദനം ചെയ്തതായി ഇവിടെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ കൂടി കൽപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി. ഞാൻ എന്റെ തെല്ലിപ്പോയ കോഴിക്കോടല്ല പ്രിയപ്പെട്ട കോഴിക്കോട് വഴിയാണ് പോകുന്നതെന്നാണ് ഏറെ പ്രിയങ്കരനായ രാഷ്ട്രീയ സമിതിയംഗവും പേരാറിന്റെ MLA കൂടിയായിട്ടുള്ള സജീവ് ജോസഫ് അവർ, സജീവ് ജോസഫ് MLA, ഏറെ പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി സാറുമായി അടുത്ത ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്ന സോണി സെബാസ്റ്റ്യൻ,
ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ MLA മുസ്തഫ സാഹിബ് ഉൾപ്പെടെ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ മുന്നണി സാറുമായി അടുത്ത് ബന്ധമുള്ള 2 നേതാക്കന്മാരുടെ സംസാരിക്കുന്ന 3 മുസ്തഫ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സംസാരിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഇതിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ അനുസ്മരണ സമരത്തിന് ശേഷം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. മഴ കെടുതികൾ കൊണ്ട് ഒരുപാട് പ്രദേശങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. MLA ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാർക്ക് ഉൾപ്പെടെ പരിസരങ്ങൾ സന്ദർശിക്കണം. ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് തന്നെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ജില്ലയുടെ വിവിധ ഗ്രാമങ്ങളിൽ, മണ്ഡലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെ വിപുലമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്നുള്ളത് കഴിഞ്ഞ 1 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിലെ കല്ലറയിൽ എടുത്തു. പരിസരവും അദ്ദേഹത്തിന്റെ വീടുകളിലുമായി നിരവധി ജനങ്ങളാണ് ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്നുള്ള അതിനോടുകൂടി കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. അത്രമാത്രം ജനങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ആർക്കും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയൊരു തെളിവ് അദ്ദേഹത്തിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം വിലാപയാത്ര 162ഓളം കിലോമീറ്ററുകൾ 36 മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ്. ലോകത്ത് തന്നെ ഒരു വലിയൊരു സംഭവമാണ് അത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത്രമാത്രം. എന്നിട്ടും ആ രാത്രികളും രാവുകളും എല്ലാം എങ്ങനെയാണ് ജനങ്ങൾ കണ്ടത്? ഒന്ന് സ്വസ്ഥമായി ശരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അത് നിരനിരയായി ആർക്കും പോകാൻ സാധിച്ചില്ല എന്നറിയാം. ഒരു കൂട്ടമായി, ഒരു ഒഴുക്കായാണ് ഈ 36 മണിക്കൂർ സമയവും ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഒരു മുഴുവൻ ജനങ്ങൾ, ഒരു നല്ല പരിധി ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ഈ പ്രായ വ്യത്യാസങ്ങൾ മറന്ന് അവിടെ എത്തി എന്നുള്ളത് അത്ര വലിയ ഒരു മനഃഇടം നമ്മുടെയൊക്കെ മനസ്സുകളിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണുന്നുണ്ട്. അത് അത്രമാത്രം ജനമനസ്സുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും അദ്ദേഹം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എല്ലാ തരങ്ങളിലും വികസന രംഗത്ത്, കാരുണ്യ രംഗത്ത്, അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിൽ ഞാൻ അതിലേക്ക് കിടക്കുക. കാരണം തീരെ പ്രസംഗിക്കുന്നവർ അത് കൃത്യമായി പറയുമ്പോൾ ഞാനത് തുടങ്ങി വെച്ച് അതിലേക്ക് കടന്നു പോകുന്നത് ശരിയില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കത് വ്യക്തമായി അവരുടെ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വികസന നായകൻ എന്ന് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം അത്രമാത്രം വികസന രംഗത്ത്, കാരുണ്യ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം അദ്ദേഹം പെട്ടെന്നാണ് നമ്മളെ വിട്ടുവരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയും. കാരണം അദ്ദേഹം ഒരുപാട് കാലം കൂടി നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ഈ നാടിന് നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹവാത്സല്യത്തോടുകൂടി പ്രവർത്തിക്കുവാനാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത്. പക്ഷേ എന്തോ നമ്മളുടെ ഒരു നഷ്ടമാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സർവേശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യനായ നമ്മുടെ മുൻ DCC പ്രസിഡന്റും മുന്നാടി സാറുമായ നല്ല ബന്ധം സൂക്ഷിച്ചു വന്നിരുന്ന ഏറെ ബഹുമാനായ രാഷ്ട്രീയ സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരെ ആദരവോട് ക്ഷണിച്ചു നിർത്തുന്നു. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, മറ്റ് നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകർ,
പോലെ നാം ഏവരുടെയും ബഹുമാനിയും പ്രിയങ്കരനുമായ ശ്രീ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പ്രയാസം. കേരളീയരുടെ മനസ്സിൽ മാത്രമല്ല, ലോക മലയാളികളുടെ ഹൃദയത്തിൽ മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം എന്തായിരുന്നു എന്നത് ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം 53 വർഷക്കാലം ഒരു ജനപ്രതിനിധി, 2 ഘട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരു പ്രാവശ്യമെങ്കിലും പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, KSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, UDFന്റെ ചെയർമാൻ, ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, തൊഴിൽ മന്ത്രി, UDF കൺവീനർ. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഉമ്മൻചാണ്ടി ആ ചുമതലകളെല്ലാം എങ്ങനെ ജനോപകാരപ്രദമാക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ കഠിന അധ്വാനമാണ്. ഇത്രയേറെ യാത്ര ചെയ്ത ഒരു നേതാവിനെ ഇവിടെ എല്ലാവരും കേരള രാഷ്ട്രീയം നന്നായി അറിയുന്ന നിരവധി പേരും ഇത്ര തവണ, ഇത്ര പ്രാവശ്യം നമ്മുടെ ജില്ലയാണെങ്കിലും ജില്ലയുടെ മുക്കും മൂലയും മലയോര പ്രദേശങ്ങളും കടലോര പ്രദേശങ്ങളും ഉൾപ്പെടെ പലതവണ പലവട്ടം യാത്ര ചെയ്ത് ഒട്ടുമിക്ക വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ, നേതാക്കന്മാരുടെ, രക്തസാക്ഷികളുടെ, അവരുടെ എല്ലാം വീടുകളിൽ, രോഗികളുടെ എല്ലാം വീടുകളിൽ എത്തിയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. കഠിനാധ്വാനത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിനയം, അത് കേവലം ഒരു അഭിനയമല്ല, മനസ്സിൽ തട്ടിയുള്ള വിനയം. KPCCയുടെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് നാട്ടിലും സോണിവക്കയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നത്. ആ ക്യാമ്പിന്റെ സമാപന സന്ദർഭത്തിൽ UDF കൺവീനർ MM ഹസൻ പറഞ്ഞ ഒരു കാര്യം, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, 1965 KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെട്ടു. പിന്നീട് ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ നിരവധിയായ ചുമതലകൾ, അധികാരങ്ങൾ അതെല്ലാം കൈയാടിയപ്പോഴും ഉമ്മൻചാണ്ടി ഒരേ പടർപ്പക്കാരനായിരുന്നു. ഒരേ വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ ഭാഗമായി. ഞാൻ DCC പ്രസിഡന്റായിരുന്ന 2001 കാലഘട്ടത്തിൽ അന്ന് കൊട്ടിയൂർ മേഖലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 2018 വെള്ളപ്പൊക്കം പോലെയല്ല, അന്നുണ്ടായ ആ പ്രദേശത്ത് മാത്രമുണ്ടായി. അതേസമയത്ത് കോഴിക്കോട് ജില്ലയിലുണ്ടായി. ഉമ്മൻചാണ്ടി കൊട്ടിയൂരിൽ പോകാൻ വേണ്ടി രാവിലെ 5:30 മണിക്കാണ് തലശ്ശേരി. 5:30 മണിക്ക് വന്നാൽ അദ്ദേഹം ഉറങ്ങലായിരുന്നു. 5:30 മണിക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഒരു ട്രെയിനിൽ പാലക്കാട് നിന്ന് വന്നു. നേരെ കുളിച്ച് നേരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ കൊട്ടിയൂരിൽ കേരളത്തിൽ കഴിച്ചവരെല്ലാം നാളുകൾ മരണപ്പെട്ടിരുന്നു. അവരുടെ എല്ലാ വീടുകളിൽ പോയി അവിടെ യോഗം വിളിച്ചു കൂട്ടി. അത് UDF കൺവീനറാണ്. യോഗം വിളിച്ചു കൂട്ടി അതിന്റെ പാക്കേജ് ഗവൺമെന്റിൽ ആവശ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോഴിക്കോടേക്ക് പേരാമ്പ്ര പ്രദേശത്തുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ കെടുതികൾ അനുഭവിച്ച ആളുകളുടെ പോവുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാം. കേടിക്കും, സോണിവക്കയിലും, PT മാർക്കറ്റിലും എല്ലാം ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, ഇന്ത്യയിൽ 2012 വെള്ളപ്പൊക്കം. അതിന് 6-7 മന്ത്രിമാരുണ്ട്. അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി, KC ജോസഫ്, KP മോഹനൻ, തിരുവല്ലൂർ രാധാകൃഷ്ണൻ, ഇവിടെ എല്ലാം വന്നിട്ട് അവസാനം മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി വന്നിട്ട് ഇന്ത്യയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരുമ്പോൾ അവിടെ വെച്ചെഴുതാൻ ഒരു മേശയുണ്ടായിരുന്നില്ല. കാരണം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ആ യോഗത്തിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ വെച്ച ഒരു പേപ്പറിലുണ്ട്. കാൽമുട്ടിൽ വെച്ചത് എഴുതി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നതിൽ എന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. മുഖ്യമന്ത്രി എന്നതിൽ തീരുമാനമെടുത്തു. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ ശ്രീധരനുണ്ടായിരുന്നു. ശ്രീധരനോട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് തീരുമാനമെടുത്തു. ഞങ്ങൾ എഴുതി ഒപ്പിട്ടിട്ട് എന്നോട് പറഞ്ഞു, താനി കടലാസ് തന്റെ കയ്യിൽ സൂക്ഷിച്ച് ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ
എന്നെ ഏൽപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തു. അത് തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം അത് മന്ത്രിസഭാ തീരുമാനമായി, സർക്കാർ ഉത്തരവായി ഞങ്ങൾ എന്താവശ്യപ്പെട്ടുവോ ആ കാര്യങ്ങളെല്ലാം സർക്കാർ ഉത്തരവായി നടപ്പിലാക്കി. 2015 വീണ്ടും വെള്ളപ്പൊക്കമുണ്ടായി. അതൊഴുകിപ്പോയ പാടം ഇതുവരെയും പുനർനിർമ്മിക്കാൻ സാധിച്ചു. അത് ജില്ലാ കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പട്ടാളം വന്ന് താൽക്കാലിക നടപ്പാടുണ്ടാക്കിയെങ്കിൽ അത് ഒഴുകിപ്പോയ, കാരണം മുഖ്യമന്ത്രി മാറിയില്ല. 2018-ലും 2012-ലെ സംഭവമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാൻ. കേരളത്തിന്റെ വികസനത്തിൽ നിന്ന് വിഴിഞ്ഞം വലിയ വഴിയായി മാറിയെങ്കിൽ നമുക്കറിയാം വിഴിഞ്ഞം ആരുടെ കുട്ടിയാണ്. ഒരുപക്ഷെ പിണറായി വിജയനോട് എല്ലാവർക്കും പറയാൻ സാധിക്കും. അധ്യക്ഷ വേദിയിൽ തന്നെ പറഞ്ഞു, സ്പീക്കറെങ്കിൽ ഷംസീറെങ്കിൽ അവരുടെ വലിയവരാണല്ലോ ഫേസ്ബുക്കിൽ. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പറയാൻ ധൈര്യമില്ലെങ്കിലും ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടിയെ മറക്കാൻ കഴിയില്ല എന്ന് അദാനിയും പറഞ്ഞു. കാരണം എന്തായാലും വിഴിഞ്ഞത്തെ കുറിച്ചൊക്കെ ആക്ഷേപം ഉമ്മൻചാണ്ടിയാണ് ഇതിലാണ് എന്നുള്ളത് ഞാൻ ആക്ഷേപിച്ചു. ഉമ്മൻചാണ്ടിയെ പിടിക്കാൻ വേണ്ടിയാണ് അവർ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെച്ചത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? അതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വാക്കില്ല. അത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. അടൂർ വിമാനത്താവളം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ കേന്ദ്രത്തിന്റെ അനുവാദങ്ങൾ, ആവശ്യമായ അംഗീകാരങ്ങൾ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി. നിയമസഭയിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കിട്ടിയ ഒരു ഉത്തരം പിന്നീട് സഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. LDF-ന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ചോദ്യം ചോദിച്ചു. 2016 വരെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി ഒട്ടുമിക്ക കാര്യങ്ങളും 85%, ചില കാര്യങ്ങൾ 100% അങ്ങനെ പൂർത്തീകരിച്ച് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ അവിടെ നടത്തിയിട്ടാണ് 2016 ഇലക്ഷൻ വന്നത് എങ്കിൽ പിന്നീട് വന്ന ഗവൺമെന്റ് അവിടെയും ഉമ്മൻചാണ്ടിയെ പറഞ്ഞാണ്. നമുക്കറിയാം മെട്രോ റെയിൽ, കൊച്ചി മെട്രോ എന്തായിരുന്നു അതിന്റെയും ഉപജ്ഞാനം. അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയാണ്. അതിന് ഉദ്ഘാടനം വന്നപ്പോൾ വേറെ ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം അവരെ ആ മെട്രോയിൽ വന്ന് യാത്ര ചെയ്തപ്പോൾ അതിനാണ് കൂടുതൽ ജനകീയ സ്വീകാര്യത കിട്ടിയത്. നമുക്കെല്ലാം എന്തിന് ഉമ്മൻചാണ്ടിയുടെ ചരമത്തിന് ശേഷം ജനങ്ങൾ നൽകിയ ഹൃദയത്തിൽ ചാലിച്ച യാത്രയെ പ്രധാനപ്പെട്ട മാറ്റം 168 കിലോമീറ്റർ 36 മണിക്കൂർ ആ വിലാപയാത്ര രാവിലെ പകലാക്കി. എത്രയോ ജനസംഖ്യമായി. കേരളത്തിലെ ഒരു ഭരണാധികാരിക്ക് ഇന്നലെ അവരെ കിട്ടാത്ത, നാളെ ആർക്കും കിട്ടാൻ പ്രയാസമുണ്ട്. ഒരുപക്ഷെ മലപ്പുറം സംഘടിപ്പിച്ചേക്കാം എന്നല്ലാതെ ജനകീയമായ ഒരു വലിയ ഒഴുക്കായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മപഥങ്ങൾ. ഇന്നത്തെ പത്രങ്ങളിൽ AICC-യുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതി, ബോംബെയിലുള്ള അന്വേഷണം, അതുപോലെ ജനസമ്പർക്കത്തിന് ഉമ്മൻചാണ്ടിക്ക് അവാർഡ് നൽകിയത് ഐക്യരാഷ്ട്ര സംഘടന മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് അവാർഡ് നൽകിയത്. ആർക്കും സമീപിക്കാവുന്ന ഒരു നേതാവ്. അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് കോഴിക്കോട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി 2ാം ക്ലാസ്സുകാരിക്ക് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാൻ, അദ്ദേഹം കടന്നു പോകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആ വിളി കേൾക്കാൻ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ ഹൃദയം ഉണ്ടായിരുന്നു. ഏറ്റവും ശക്തനായ നേതാവുണ്ടായിരുന്നു. ഇവിടെ വിളിച്ച മുദ്രാവാക്യം, നേരത്തെ വിളിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം, കേരളത്തിലെ ജനലക്ഷങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണ്. ഇല്ല, വലിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി വലിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ജനസേവനം, ചാരിറ്റി പ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തനങ്ങൾ പത്രങ്ങളിലെല്ലാം വന്നതിന് ശേഷം പൊതുപ്രവർത്തകരെ ജനങ്ങൾ ആരെയും സമീപിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ അതനുസരിച്ച് ഉയരാൻ നമുക്കെല്ലാം അതുപോലെ ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ആളുകളെല്ലാം അതേപോലെ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചതുപോലെ അത്രയും ബന്ധങ്ങളോ അത്രയും അനുഭവം നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ വിനയത്തോടെ നന്മയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമുക്ക് എല്ലാ കാലത്തും കരുത്തു പകരും എന്ന വിശ്വാസത്തിൽ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും ഞാൻ വരുന്ന വഴിക്കെല്ലാം കാണാൻ സാധിച്ചു. മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികളിൽ, യൂണിറ്റ് കമ്മിറ്റികളിൽ
മണ്ഡല കമ്മിറ്റികളിലെ എല്ലാ പരിപാടികളാണ് ഉമ്മൻചാണ്ടി അനുസ്മരണമാണ് എല്ലാ തരങ്ങളിലും ആ പരിപാടികളിലെല്ലാം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാനുള്ള ശരിയായ അവസരം. ആ നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ചിരസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് കൂടുതൽ കരുത്ത് വരും എന്ന വിശ്വാസത്തിൽ ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. അടുത്ത മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടി സാറുമായി നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ടുവന്ന APC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ. നമുക്കെല്ലാം പ്രിയങ്കരനായ അദ്ദേഹം ഒരേ സമയം വികസനത്തിന്റെ നായകനായിരുന്നു. അതോടൊപ്പം തന്നെ കാരുണ്യ സ്പർശവുമായി മുമ്പോട്ട് പോയ രാഷ്ട്രീയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കേരളത്തിന്റെ വികസനവുമായി അദ്ദേഹം നടത്തിയ ഒന്നിനെയും കൂസാതെ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചെല്ലാം ഇവിടെ സമീപകാലത്തെ ഏറ്റവും വിവാദമായ ഒരു സംഭവം ക്ഷേമ പെൻഷനുകൾ ഈ ഗവൺമെന്റിന്റെ സമയത്ത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. പാത്തപ്പാറയിൽ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പങ്കുവെച്ച അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകന്മാരോട് പറഞ്ഞത്, എന്റെ രോഗിയായ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ മരുന്ന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ. ഇവിടെ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ക്ഷേമ പെൻഷനുകളെല്ലാം ഏകീകരിച്ചു. പണ്ട് ഇതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു. ധനകാര്യ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞു ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ 2-3 ക്ഷേമ പെൻഷൻ ഒരാൾക്ക് കൊടുക്കുന്നത് അഭികാമ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ മറുപടി, പാവപ്പെട്ടവരല്ലേ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പിന്തുണ കഴിയുന്ന ആളുകളല്ലേ, അവരുടെ പോക്കറ്റിലേക്ക് ഇത്തിരി കൂടുതൽ പണം ചെന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാണ്. ഈ ഗവൺമെന്റ് വന്നപ്പോഴേക്കും അത് ഏകീകരിച്ചു. മാത്രമല്ല സമയത്ത് കിട്ടാത്ത സാഹചര്യം അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഉള്ള ഒരു സമയക്കുറവിന്റെ പ്രശ്നമാണ്. അദ്ദേഹം ഒരിക്കലും സ്വന്തം കാര്യത്തെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇവിടുന്ന് കാസർഗോഡ് ജില്ലയിലെ പരിപാടികൾ, കണ്ണൂർ കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിലെ പരിപാടി, അദ്ദേഹത്തിന്റെ കാലിൽ പാദത്തിലൊരു മുറിവുണ്ട്. അവിടെ ഒരു ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, കാസർഗോഡ് ചെങ്ങലയിൽ ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ആളുകൾ പോകുന്നു. എല്ലാവർക്കും സെൽഫിയുണ്ട്. കൂട്ടിട്ട നല്ല ഒന്നാമത്തെ ചെരുപ്പൊക്കെ കൂട്ടിട്ട കാലുകൊണ്ട് കാലിൽ മുഴുവൻ ചവിട്ടി. ഞാൻ വണ്ടിയെ കയറുമ്പോൾ നോക്കുമ്പോഴത്തേക്കും കാലിന്റെ സ്ഥലം ഞാൻ ഡോക്ടറെ കാണുന്നു. കുറച്ച് കഴിഞ്ഞ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അടുത്ത സ്ഥലത്ത് ചെയ്തപ്പോഴത്തേക്കും കാല് കറവാൻ നീര് വെച്ചിരിക്കും. ഞാൻ പറഞ്ഞ RK ബാലകൃഷ്ണനെ വിളിച്ചു പറഞ്ഞു സംഭവം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും RK ബാലകൃഷ്ണൻ പറഞ്ഞ ഡോക്ടർമാരും ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗംഗാധരനാഥന്റെ വീട്ടിലാണ്, ഗംഗാധരനാഥന്റെ വീട്ടിലാണ് ചെന്നപ്പോഴത്തേനും സെക്രട്ടറിയായി. ഇവിടെ കുറെ ആളുകൾ കാത്തു. ഞാൻ ഇവരൊന്ന് കണ്ടോട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോണം, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തോണം. 10 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ആളുകൾ ഇവിടെ കഴിയാൻ ചെയ്ത് ഭക്ഷണം കഴിച്ചു. ഏതായാലും ഞാൻ ആരോഗ്യ കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വന്തം കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. 1986 കാലഘട്ടത്തിൽ ഞാൻ KSUയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അന്ന് ശ്രീ രമേശ് ചെന്നിത്തല, ചെറുപ്പക്കാരനായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം അട്ടപ്പാടിയിൽ KSUയുടെ ഒരു പരിപാടി വട്ടപ്പാടിയിലെ പരിപാടി കഴിഞ്ഞപ്പോൾ എന്നോട് രമേശ് ചെന്നിത്തല പറഞ്ഞു, പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് തൃശ്ശൂർ ഇറങ്ങിയാൽ മതി. അപ്പൊ അട്ടപ്പാടിയിൽ നിന്ന് എളുപ്പം നല്ല വഴി കോയമ്പത്തൂർ വഴി പാലക്കാട് വന്ന് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ രാത്രി ഒരു 12 മണി സമയത്ത് ഇറങ്ങുമ്പോൾ കയ്യിലൊരു പൊതിയുമായി ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ട്. ഞാൻ കോട്ടയത്തേക്ക് നിങ്ങൾ ആലോചിക്കണം, 986
1977 ഗവൺമെന്റിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. 1981 ശ്രീ കരുണാകരൻ നമ്മുടെ ഐക്യജനാധിപത്യ ഗവൺമെന്റ് ഘട്ടത്തിൽ ആ ഗവൺമെന്റിൽ കുറച്ചു കാലം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ ആളാണ് അവിടെ രാത്രി ഒരു 12 മണി സമയത്ത് കോട്ടയത്തേക്ക് ഒരു ബസ് കാണുന്നത്. ഞാൻ സംസാരിച്ചിരിക്കുന്നതിന്റെ കോട്ടയത്തേക്ക് ബസ് പിടിച്ചു കഴിഞ്ഞ് കോഴിക്കോടേക്ക് ബസ് ഞാൻ ഇതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അപ്പൊ ഞാൻ നമുക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ അറിയാം. അദ്ദേഹത്തിന് ഒരു പൊതുജീവിതം എന്ന് പറഞ്ഞാൽ സുതാര്യമായ പൊതുജീവിതം. രാത്രിയിൽ പോകുമ്പോൾ പലപ്പോഴും ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി കിടന്നു എന്നറിയാൻ പറ്റുന്നത് നോക്കുമ്പോൾ ട്രെയിനിന്റെ ലൈറ്റ് ഇട്ടിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ട് ഫയൽ നമ്മൾ കൊടുക്കുന്ന കടലാസവും കടലാസമില്ല, കെട്ടുകണക്കിന് കടലാസുണ്ട്. ആ കടലാസില്ല ഓരോന്നും പുള്ളി തന്നെ പരിശോധിച്ചാലും പുള്ളിക്ക് തൃപ്തി വരും. അപ്പൊ എല്ലാം പരിശോധിച്ച് അതിന്റെ അടിയിൽ എന്റെ ഒരു സഹപ്രവർത്തകർ മാറ്റാറിയാം. നമ്മുടെ ജോൺസൺ വെള്ളരിക്കാട്ട് ജോൺസൺ മരിച്ചുപോയി. ചപ്പാറകളിലെ കോൺഗ്രസ് നേതാവ്. അത് ക്യാൻസർ രോഗബാധിത കുറെ കാലം ചികിത്സ പുള്ളി ഇവിടുന്ന് യാത്രയെല്ലാം കഴിഞ്ഞ് നാർവാലം വഴി വടകരയിൽ മലബാർ എക്സ്പ്രസിലാണ് കൂട്ടത്തിൽ പോയത്. മുരളിയോട് ഞാൻ ചോദിച്ചു, മുരളി എന്താ സ്ഥിതി? പുള്ളി ഞാനൊരു കടലാസ് കൊടുത്താണ്. സോണി ഒരു കുറെ കെട്ട് കടലാസ് ഉണ്ടാവും. ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് 3-4 പ്ലാസ്റ്റിക്കിന്റെ ഇത് വാങ്ങിച്ചിട്ട് അതിനകത്ത് എല്ലാം കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. പോകില്ല ഉറപ്പായിട്ട്. ഞാൻ നമ്മുടെ കടലാസ് ഉറപ്പല്ല, എല്ലാ കടലാസും ഉണ്ടോ. ഞാൻ ആകെ 4 ദിവസം വിളിക്കുകയും ഗ്രാമത്തിന്റെ സ്ഥാനങ്ങൾ അവസാനം ഈ സമയം വരുന്നില്ല. ഞാൻ വിചാരിച്ചു അന്ന് എഴുതാം. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് തഹസിൽദാർ വരുന്നു. 2 ലക്ഷം ഇങ്ങനെയുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ഇനിയും ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിയുമ്പോൾ എനിക്കറിയില്ല. ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. കാരണം മരിച്ചപ്പോൾ നമുക്ക് അറിയാം. ഉമ്മൻചാണ്ടിയുടെ ടച്ചില്ലാത്ത മേഖല വളരെ കുറവാണ്. എല്ലാവരുമായിട്ട് ബന്ധമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ, എന്റെ വീടെന്ന് പറയുന്നത് ഈ മലയോരങ്ങളിൽ ഏറ്റവും മുഖ്യമാണ്. ആ വീട്ടിൽ തന്നെ 2 പ്രാവശ്യം അവിടെ ഓരോ കാലത്തും 2 പ്രാവശ്യം എന്താ പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ അമ്മാതിരി കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ ബന്ധമായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ. അപ്പോൾ എല്ലാം വിചാരിച്ചു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പൊതുക്കുള്ളിൽ ഓടിക്കൊണ്ട് നടക്കാൻ വേണ്ടി കഴിയും. ഇന്ന് വൈകുന്നേരം കഴിഞ്ഞില്ല, പിറ്റേ ദിവസം രാത്രി ആയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഓടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ കോട്ടയം തിരഞ്ഞെടുക്കാൻ മേലാത്തേക്ക്. അപ്പോ ഒരു 2 മണിക്കൂർ കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എത്തുകയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്താൻ തന്നെ 6 മണിക്കൂർ സമയം. പറഞ്ഞാൽ ഓരോ ഇഞ്ചും സാധാരണക്കാരായ ആളുകൾ അവർക്ക് വരുന്നവർക്ക് കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുമായി ബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയ പാവനമായ ശ്രമങ്ങളുണ്ട്. ഒരിക്കൽ കൂടി രാഷ്ട്രീയ എല്ലാം ആത്മാവ് എത്തിച്ചാലും അധ്യക്ഷൻ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാധവ് ജോർജ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ കൺഫ്യൂഷൻ എവിടെ നിന്ന് ആരംഭിക്കണം, എന്ത് പറയണം എങ്ങനെ അവസാനിക്കും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാൻ കണ്ട ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ശ്രീ. നമ്മൾ ആലങ്കാരികമായും പല പദപ്രയോഗങ്ങൾ നോക്കാറുണ്ട്. രാവും പകലുമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ, അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് ഇങ്ങനെ അധ്വാനിക്കാൻ ഒരു മനുഷ്യൻ സാധിക്കുമോ? പ്രഭാതം മുതൽ പാതിരാവ് വരെ ജനങ്ങളുടെ പ്രശ്നവുമായി മുന്നോട്ട് പോയ മായാതെ മങ്ങാതെ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന പ്രിയപ്പെട്ട നേതാവാണ്
എനിക്കുണ്ടായ 2-3 ചെറിയ അനുഭവങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. പേരാവൂർ MLA ആയ സമയത്ത് ഒരു ജനസമ്പർക്ക പരിപാടി ഇറങ്ങി. കണ്ണൂർ സ്കൂളിലാണ് പരിപാടി, ടൗൺ സ്കൂൾ. കൃത്യം 9 മണിക്ക് ആ മനുഷ്യൻ സ്റ്റേജിൽ കയറി. ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മലബാർ എക്സ്പ്രസ് വളപട്ടണം എത്തി എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ. അപ്പൊ ഞാൻ സ്വയം ഒന്ന് മെല്ലെ പറഞ്ഞു, ഈ മനുഷ്യന്റെ മൂത്രം കുടിക്കട്ടെ. ഉത്തരവും വന്നു, അതിന് വെള്ളം കുടിക്കട്ടെ. മറ്റൊരു തവണ ഒരു രാവിലെ 6 മണിക്ക് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രീഫ് കേസ് കളവ് പോയി. അത് 2 ഷർട്ടും 2 മുണ്ടും 2000 ഉറുപ്പികയുടെ റെയിൽവേ കൂപ്പണും ഉണ്ടായി. ഞായറാഴ്ച ദിവസമാണ് ഇതെവിടുന്ന ഡ്രസ് കിട്ടുക? അവരെ വിളിച്ചുകൊണ്ട് യഥാസ്ഥിതി ഞായറാഴ്ച ഒരു ഖാദി സ്റ്റോർ തുറന്നില്ല. അപ്പൊ എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഖാദി സ്റ്റോറിന്റെ ഉടമയുണ്ട്, ഗൗരിയാണ്. അവർ പയ്യാറത്ത് താമസിക്കുക. ഞാൻ അവരോട് ഗൗരിയത്തിനോട് പറഞ്ഞു, തുടരെ വന്നു. അപ്പൊ ഞാൻ ഉമ്മനോട് ചോദിച്ചു, നിങ്ങളുടെ സൈസ് എത്രയാണ്? അതൊരു ഏകദേശം വച്ചു. അപ്പൊ ഞാൻ ഗൗരിയത്തിലേക്ക് കൂട്ടി ഷോപ്പ് തുറന്നു. ഞായറാഴ്ച ദിവസമാണ്. ഭാഗ്യത്തിന്റെ 2 ഷർട്ട് അവിടെയുണ്ട്. അപ്പൊ ഏകദേശം എന്റെ സൈസ് കണക്കാക്കി. അതിൽ ഒരു ഷർട്ട് ടിനോപാലിന് കൂടെ ഒരു ചുവപ്പ് ചേർക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് നല്ല ഉണ്ടാക്കി. അപ്പൊ 2 ഷർട്ടും 2 മുണ്ടും 2 ബനിയനും വാങ്ങിച്ച് ഞാൻ നേരെ എക്സ്പ്രസ്. സത്യത്തിൽ എനിക്ക് ഭയം ഉണ്ടായിരുന്നു, കാരണം ഒരു ഷർട്ടിൽ ചോപ്പ് ഇങ്ങനെയുണ്ട്. പക്ഷെ ഈ മനുഷ്യന്റെ ഒരു പ്രയാസം. നമ്മൾ വെളിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറഞ്ഞില്ലേ? നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ അത് ഉമ്മൻചാണ്ടിയുടെ സംഭാവനയാണ്. ഞാൻ UDFന്റെ ജില്ലാ ചെയർമാനായ സമയത്ത് ടിക്കറ്റ് പോയി കാണാറുണ്ടായി. അപ്പൊ 2 കാര്യമാണ്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണം, കണ്ണൂർ കോർപ്പറേഷൻ കൊണ്ടുവരണം. സത്യം പറയാലോ, കണ്ണൂർ കോർപ്പറേഷന്റെ ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് UDF എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു, അനൗദ്യോഗികമായ ഒരു തീരുമാനം. അത് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാകില്ല. തുറന്നു പറയാലോ, മലപ്പുറത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനം. ഞാനിതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ എന്നെ കാണും ചോദിക്കുക, കോർപ്പറേഷനാണോ കോളേജാണോ? ഞാൻ പക്ഷേ 2 കണ്ണൂർ കോർപ്പറേഷൻ നമുക്ക് ലഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ ശക്തമായ സമ്മർദ്ദത്തിലാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു തവണ വീടോട് അദ്ദേഹം അമേരിക്കൻ വീടു കിടക്കാൻ അവസാനം രോഗിയായി വീട്ടിൽ കത്തുമ്പോൾ രോഗിയായി കിടന്ന സമയത്തു ഇദ്ദേഹം നിവേദനങ്ങൾ സ്വീകരിക്കാൻ. ഇങ്ങനെ ഒരു മനുഷ്യൻ പ്രഭാതം മുതൽ പാതിരാകുക ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയ ആ നേതാവ് നമ്മുടെ മനസ്സിൽ എന്നും ആ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ സഹപ്രവർത്തകർ ഒരുപാട് നേതാക്കന്മാരുടെ ഉണ്ട്. സമയത്തിന്റെ ഒരു ക്ഷണമുണ്ട്. എല്ലാവർക്കും അതാത് പ്രദേശങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അനുസ്മരണ